ഹായ് ഫ്രണ്ട്സ്, കണ്ണൂരിലെ ടൗൺ സ്ക്വയറിൽ ഒരു ഗ്രൂപ്പ് ആളുകൾ എന്നും വൈകുന്നേരം വന്ന് ഇവിടെ തമാശ പറഞ്ഞിരുന്നും സംസാരിച്ചും സമയം കൂട്ടാറുണ്ട്. ഈയിടെയായി ഞാനും ഈ ഗ്രൂപ്പിൻ്റെ കൂടെ കൂട്ടുകൂടാൻ തുടങ്ങി. എല്ലാവരും സർവീസിൽ നിന്ന് വിരമിച്ചവരോ അല്ലാത്തവരോ ആയ മധ്യവയസ്കർ. സീനിയർ സിറ്റിസൺ ഡേ ആയതുകൊണ്ട് ഞാൻ ഇവരോടെല്ലാം വെറുതെ ഒരു തമാശയ്ക്ക് ചോദിച്ചു, നിങ്ങൾക്കൊക്കെ പ്രണയമുണ്ടോ? അപ്പോൾ ബാക്കി കേൾക്കാം. പ്രസംഗത്തോട് പ്രണയത്തിന് ഒരു മീനിങ് ഇല്ല. അങ്ങനെ പ്രണയം എന്നുള്ള ആശയം ഇഷ്ടമാണ് അല്ലേ? പിന്നെന്താ, പ്രണയം എന്ന് പറഞ്ഞാൽ നല്ലൊരു വികാരമല്ലേ. ലൈഫിനെ കൂടാണ്ട് ഒരു പ്രണയം ഉണ്ടോ? അത് ചോദിച്ചതിന്റെ മീനിങ് അതാ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എൻ്റെ മക്കളോട് പ്രണയമുണ്ട്, സഹോദരിമാരോട് പ്രണയമുണ്ട്, നിങ്ങളോട് പ്രണയമാണ്, സംഗീതത്തോട് പ്രണയമാണ്, ബൾസാട്ടിനോട് പ്രണയമാണ്. ആ പ്രണയം എന്ന് പറയുന്നത് അത് നമ്മൾ ഇവിടെ വേറെ തന്നെ എന്തോ ആണെന്നുള്ള ധാരണ. പ്രണയം എല്ലാത്തിനോടാണ്, സംഗീതത്തോടാണ് ഏറ്റവും കൂടുതൽ പ്രണയം. സാറിന്റെ പേര്? എൻ്റെ പേര് സജീവൻ ചെല്ലു. നിങ്ങളെ സജീവൻ അല്ലേ? ഞാൻ നിങ്ങളെ ഗ്രൂപ്പിലുണ്ട്. പിന്നെ നിങ്ങളെ സർവീസിലുണ്ടായിരുന്നു? ഞാൻ സർവീസിലില്ല. ഞാൻ നമുക്കുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ സാമൂഹികപരമായിട്ടുള്ള ബന്ധമാണ്. പ്രവാസ ജീവിതം കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഈ പാട്ട് കലാരംഗത്തുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളിൽ സംഘാടകർ, പിന്നെ അതുപോലെ കുസ്തിയോട് പ്രണയമാണ്, കായിക പ്രേമികൾ. വീട് പള്ളിക്കുന്ന് എടച്ചേരി അല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു. പേര് പറയും. നിങ്ങളെ സജീവ? രണ്ട് സജീവനേടാ. അപ്പൊ നിങ്ങള് ഈ ഒരു പ്രായത്തില് പ്രണയിക്കാൻ തോന്നുന്നുണ്ടോ? പ്രണയം തോന്നുന്നുണ്ടോ മനസ്സിൽ? നമ്മുടെ ഭാര്യയോടുള്ള പ്രണയം ഇല്ല അല്ലേ? മനസ്സിപ്പോഴും യങ്ങാന്ന് ഓക്കെ, അതാണ് ഈ പാട്ടിന്റെ തോന്നലാണ് നമ്മളെ ലൈഫ് നിലനിർത്തുന്നതും. ഈ ഇവിടെയുള്ള ആൾക്കാരും അല്ല യങ്ങാന്ന് നമുക്ക് വയസ്സായത് ഫീൽ ചെയ്ത പിന്നെ പോയി, പിന്നെ ഒന്നും വയ്യാതെ രൂപത്തിലാവും. പാട്ടിന് വേണ്ടിയല്ലേ ജീവിതം മാറ്റി വെച്ചിരിക്കുക അല്ലേ? അതാണ് പാട്ടിനോട് പ്രണയം. ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് പാട്ടിനെ കാണുന്നു, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. അല്ലാതെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു പദ്ധതിയാണ്. ഒരു ഭാഗമായിട്ട് ഈവനിങ്ങിൽ ഒരു കൂട്ടായ്മയും കാര്യങ്ങളും, ഒരു പാടുന്ന കളിക്കുമ്പോൾ മനസ്സിലൊരു സമാധാനവും. ഫേസ്ബുക്കിൽ വരുന്നതിന് കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല ഈ പ്രായത്തിൽ. ഇല്ല, പ്രായത്തിലൊന്നുമില്ല. അതിന് കഴിഞ്ഞില്ലേ പാട്ടിനോട് പ്രണയം? വിദ്യാഭ്യാസ കാലത്ത് കഴിഞ്ഞു. പാട്ട് ആസ്വദിക്കാൻ മാത്രം അതല്ല, പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് വളരെ 10-35 വർഷമായി ഇവിടെ ഇരിക്കുന്നു. സ്കൂളിൽ പഠിച്ചേ ഇവിടെ മുനിസിപ്പാലിറ്റി സ്കൂളിലാണ് പഠിച്ചേ. ഏത് കൊല്ലം പഠിച്ചേ? 62 നമ്മള് ജനിക്കുന്നേ ഉള്ളൂ. ഓക്കെ, സർവീസിലുണ്ടായിരുന്നോ? ഏത്? ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനി സാറ് പറയും വേണ്ടേ? അപ്പം ഞാൻ ഇന്നത്തെ ക്വസ്റ്റ്യൻ, ഈ സീനിയർ സിറ്റിസൺസ് ഡേ ആണല്ലോ ഇന്ന്. അപ്പൊ ഈ ഒരു പ്രായത്തിൽ നിങ്ങൾക്ക് പ്രണയമുണ്ടോ? പ്രണയമുണ്ട്. കാരണം വെച്ചാൽ നമ്മള് പ്രണയം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടാത്തതാണ് പ്രണയം. നമ്മുടെ ഭാര്യ പ്രണയം, കുട്ടികളോടുള്ള പ്രണയം, നമ്മുടെ സുഹൃത്തുക്കളുടെ പ്രണയം, സംഗീതമുള്ള പ്രണയം, ദേശത്തുള്ള പ്രണയം, പക്ഷികളുടെ പ്രണയം, ഇഷ്ടത്തുള്ള പ്രണയം, എല്ലാവരും പ്രണയം. ആ പ്രണയം നമുക്കൊരിക്കലും നമുക്കത് കണക്ക് കൂട്ടാൻ വരെ പ്രണയം. അതാണ് പ്രണയത്തിന്റെ ഒരവസ്ഥ. ഞാനിപ്പം വാസ്തുശാസ്ത്ര മേഖലയിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ വാസ്തു കുലപതിയാണ്. താന്ത്രിക വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യുന്നു, ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നു, താന്ത്രികം കൈകാര്യം ചെയ്യുന്നു. ചെറിയ ഒരു ബാലപാഠം, ഒരു പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഞാനൊരു തബലിസ്റ്റായിരുന്നു. അപ്പോൾ ദാസേട്ടൻ്റെ കൂടെയൊക്കെ തബല വായിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 10-15 വർഷം ഓർക്കസ്ട്ര വായിച്ച ഒരാളാണ്. ഇപ്പോഴും തബല അതുപോലെ പൊന്നുപോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ശരി, അപ്പോൾ ഈ ഒരു പ്രായം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് അബ്ദുൽ നിസാർ. പാട്ടിനോട് പ്രണയം
അത് എൻ്റെ മോന് ഡാൻസറാണ്, ദിനേശ് കുട്ടിയാണ്. ഒക്ടോബർ 12 ഇവിടെ പരിപാടി നടത്തുന്നുണ്ട് ഇവിടെ സ്ക്വയറിൽ. എന്തിന്റെ പ്രോഗ്രാമാ? ദിനേശ് കുട്ടികളെ സംഘം. അപ്പോൾ അത് വലിയൊരു പരിപാടിയായിട്ടാണ് നമ്മളിവിടെ നടത്തുന്നത്. എന്ത് കുട്ടികളായെന്നാ പറഞ്ഞത്? ഭിന്നശേഷി. ഭിന്നശേഷി. ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായില്ല. എൻ്റെ മോന് കോമഡി ഉത്സവത്തിന് പോകാമെന്ന്. സിനാനെ വാക്ക് പറഞ്ഞ ഇവനാണോ? ഇവനാണ്. ഭയങ്കര മടിയാന്നല്ലോ കൊച്ചിന്. ബാക്കി ഇവളോട് ചോദിച്ചോ, ചരിത്രമെല്ലാം ഉമ്മയാ പോലും. അപ്പൊ ചരിത്രം എന്ന് പറയൂ ഉമ്മ. 2 വയസ്സില് ഡാൻസ് എല്ലാം കളിക്കുന്നു. പാട്ട് കേട്ടാ മോനെ 2 വരി പാട്ട് പാടുവോ? ഡാൻസിന്റെ ആളാ? അപ്പൊ നിങ്ങൾ അടുത്ത പരിപാടി ഉണ്ടല്ലോ അല്ലേ അവിടെ ടൗൺ സ്ക്വയറിൽ? 2 മിനിറ്റ് ഡാൻസ് കളിച്ചേ. എഴുന്ന് കളിച്ചോ? കളിച്ചോ, മടിക്കണ്ട. അടുത്ത പരിപാടി പാട്ട് ആരംഭിക്കാൻ പോവുകയാണ്. ആദ്യത്തെ ഗാനം ആലപിക്കുന്നതിനായി നമ്മുടെ പ്രസിഡന്റ് കൂടിയായ മിസ്റ്റർ കൻസരാജിനെ ക്ഷണിച്ചു കൊടുക്കുന്നു. സജീവൻ സാറാണ്. അപ്പോൾ നിങ്ങളൊക്കെ കാണാനും നിങ്ങളുടെ ഇവിടെയൊക്കെ ഈ ഒരു സായം നേടാൻ കിട്ടിയത് മഹാഭാഗ്യം എന്ന് കരുതുന്നു. സംഗീതത്തിനൊന്നല്ല, ഫുൾ ബിസിയായിരുന്നു. ഇപ്പോൾ ഇരുട്ടിത്തുടങ്ങി. എനിക്ക് വീട്ടിലേക്ക് പോകാൻ സമയമായി. അതുകൊണ്ട് ടൗൺ സ്ക്വയറിനോട് തൽക്കാലം വിട പറയുകയാണ്. ഇപ്പോൾ ടൗൺ സ്ക്വയർ വളരെ തിരക്ക് പിടിച്ചതായിരിക്കുന്നു. കുട്ടികളൊക്കെ പോകുന്നുണ്ട്. ആകെപ്പാടെ ഒരു ബഹളം. അപ്പോൾ ഇന്നത്തെ സീനിയർ സിറ്റിസൺ ഡേ ഞാൻ ഇവർക്കൊക്കെ വേണ്ടി ഡെഡിക്കേറ്റ്